ഹലോ ചങ്ങായിമാരെ, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത്, കളിയാട്ടമുക്കിൽ. ഇന്നിവിടെ കളിയാട്ട ഉത്സവമാണ്. മലബാറിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഉത്സവങ്ങളിൽപ്പെട്ടാണല്ലോ കളിയാട്ടം. ഈ കളിയാട്ടമുക്ക് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മലയാള മാസം ഇടവ മാസത്തിലാണ് ഈ ഒരു ഉത്സവം നടക്കൽ. അതേമാതിരി വെള്ളിയാഴ്ചകളിലാണ് ഈ ഒരു ഉത്സവം നടക്കുക എന്നുള്ള പ്രത്യേകതയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഒരു മലപ്പുറം ജില്ലയിൽ നിന്നും പല പ്രദേശങ്ങളിലായിട്ട് ആളുകൾ വരാറുണ്ട്. ഓരോ നാട്ടിൽ നിന്നും ഓരോ പൊയ്ക്കുതിര സംഘങ്ങളായിട്ട് ഇതുപോലെയുള്ള പൊയ്ക്കുതിരകൾ ഉണ്ടാക്കിയിട്ട് ആളുകൾ വരാറുള്ളതാണ് പതിവ്. അങ്ങനെയാണ് ഇതിൻ്റെ ആചാരം. ഇതിന് പിന്നിൽ മമ്പുറന്തങ്ങളും ഈ കളിയാട്ടക്കാവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട്, ഐതിഹ്യം പറയപ്പെടാറുണ്ട്. ആ ഒരു സംഭവം പറയാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ വിവിധ നാടുകളിൽ നിന്ന് പൊയ്ക്കുതിര സംഘങ്ങൾ വരുമ്പോൾ ഇവർ മമ്പുറം മക്കാമും കൂടി സന്ദർശിച്ച് വരുന്ന വീഡിയോ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അവിടെ നേർച്ചർപ്പിക്കുന്നവരും അവിടെ കാണിക്കയിടുന്നവരും പൈസ സംഭാവന കൊടുക്കുന്നവരും അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിൽ ഇവരുടെ പരിപാടികളൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു കാലഘട്ടത്ത് കേരളത്തിലുണ്ടായിരുന്ന ഹിന്ദുമതത്തിലെ താഴ്ന്ന ജാതിക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ദളിത് സമുദായത്തിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഇവിടെ ആരാധനാകർമ്മങ്ങൾ നടത്തുന്നതിനോ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിനോ സംഘടിപ്പിക്കുന്നതിനോ കൃത്യമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അതിന് അവകാശം ഉണ്ടായിരുന്നില്ല മതപരമായിട്ട്. അപ്പോൾ അത്തരം ആളുകളെ കൂടി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ആരാധനകളുടെ ഭാഗമാകുന്നതിനൊക്കെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ദൈക്ഷണികമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു പണ്ഡിതനായിരുന്നു, ഒരു മുസ്ലിം ആചാര്യനായിരുന്നു 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന മമ്പുറം തങ്ങൾ എന്ന് പറയുന്നത്. അതിനോടുള്ള ആ സ്നേഹത്തിനോടുള്ള ആ ബഹുമാന ആദരവും സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും അവിടെയുള്ള ആളുകൾ ഇന്ന് ഓരോ ദേശത്തുനിന്ന് ആളുകൾ വരുമ്പോൾ മമ്പുറം മക്കാമിലേക്ക് കൂടി കയറി അവിടെ ആ ഒരു ആദരവും ബഹുമാനവും കൊടുത്തിട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെയാണ് ഓരോ ദേശക്കാരും ഞങ്ങളുടെ പൊയ്ക്കുതിരകൾ കൊണ്ടുവരും. ഇത് ആ ഉത്സവത്തിലേക്ക് വരുന്ന വഴിയിലുള്ള ആദ്യത്തെ ഒരു ചടങ്ങാണ്. ഈ ഒരു ആൽമരത്തെ ചുറ്റിയിട്ടാണ് ഇവർ പോവുക. അതുപോലെ തന്നെ കളിയാട്ട ഉത്സവം പ്രസിദ്ധമാകുന്ന മറ്റൊന്നാണ് തല്ലിന്, അടിക്ക് ഭയങ്കര ഫേമസ് ആണ് കളിയാട്ടോത്സവം എന്ന് തന്നെ. കാരണം ഒരു കാലഘട്ടത്തിലൊക്കെ എന്നെ കളിയാട്ടക്കാവിൽ വെച്ച് കാണാം എന്നായിരുന്നു വെല്ലുവിളിച്ച് പോകല്. കാരണം നമുക്കുള്ള കുടുംബപരമോ ദേശപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ അടിച്ചു തീർക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ കളിയാട്ടം എന്ന് പറയുന്നത്. ഇപ്പോഴും തല്ലിന് പണ്ടത്തെ അത്ര ശക്തി ഇല്ലെങ്കിലും ഇടക്കും നിലക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അടി ഉണ്ടാവാറുണ്ട്. അതിന് ചെറിയൊരു സീനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദേശക്കാരായ ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ ഉള്ളിൽ ഗ്യാങ്ങിനുള്ളിൽ തന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ടാവാറുണ്ട്, അടി ഉണ്ടാവാറുണ്ട് ഇപ്പോഴും. ഈ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്നതാണ് ഈ പൊയ്ക്കുതിരകളെന്ന് പറയണത്. ഒരു പൊയ്ക്കുതിരകളും പല സൈസിലുള്ള പൊയ്ക്കുതിരകളുണ്ട്. വലിയ ഉയരമുള്ളതുണ്ടാവും, ഉയരം കുറഞ്ഞത്, അതുപോലെ നല്ല വെയിറ്റ് ഉള്ളത്, പല ഷേപ്പിലുള്ളത്, പല രൂപങ്ങളുള്ളത്, അതിൽ തന്നെ ഓരോ മെസ്സേജുകൾ കൊടുക്കുന്നത്, അവരുടെ ദേശത്തിൻ്റെ പ്രൗഢിയും പെരുമയും കാണിക്കുന്നത് ഒക്കെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ ദേശത്തിലെ ആളുകളും ഈ ഒരു ഉത്സവത്തിന് കടന്നു വരാറുള്ളത്. ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ പൊയ്ക്കുതിര. കളിയാട്ടമുക്ക് ദേശത്തിൻ്റെ പൊയ്ക്കുതിരയും സംഘങ്ങളുമാണ് ഈ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള ഡ്രസ് കോഡുകളായിരുന്നാലും വാദ്യഘോഷങ്ങളുടെ ഡിഫറൻസും ഇതൊരു ഭയങ്കര അഭിമാന പ്രശ്നമായിട്ടൊരു ഇല്ലാത്തൊരു മത്സരബുദ്ധി തരത്തിലാണ് എല്ലാവരും കാണുന്നത്. ഞങ്ങളുടെ ഒരു നാടിൻ്റെ പെരുമ കാണിക്കാൻ, കഴിവ് കാണിക്കാൻ, കരുത്ത് കാണിക്കാനും ഒക്കെയുള്ള അവസരമായിട്ടാണ് ഈ ഒരു കളിയാട്ടത്തെ പലപ്പോഴും കാണാറുള്ളത്. ഇത് കളിയാട്ടം നടന്നു അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്, ഇത് കാവിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പാടത്തുകൂടെ ആയിരുന്നു. ഇപ്പോൾ മഴ ചെയ്തുകൊണ്ട് വെള്ളമാണ് അവിടെ, അല്ലെങ്കിൽ പാടത്തുകൂടെയാണ് ഈ കുതിര സംഘങ്ങളൊക്കെ വരിക. അത് വലിയൊരു കാഴ്ച തന്നെയാണ്. ഇതാണ് കളിയാട്ടക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ നാട്ടുകാരും അവരുടെ കുതിര സംഘങ്ങളുമായിട്ട് ഈ ക്ഷേത്രത്തെ വലയം ചെയ്തിട്ടാണ് അവസാന ഘട്ടത്തിലേക്ക് പോവുക. ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, പതിനായിരക്കണക്കിന് ആളുകളാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരുന്നതിന്. ചെറുപ്പം മുതലേ ഈ ഒരു ഇത്തരത്തിൽ വലിയൊരു ക്രൗഡ് ഈ ഒരു ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് കച്ചവടക്കാരായ ആളുകളൊക്കെ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് വരും. അതൊരു ആഘോഷം, ഒരു നാടിൻ്റെ ആഘോഷമായിട്ട് മാറുന്ന ഒരു ദിവസമാണ് ഈ കളിയാട്ടത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത്.
ഈ ദിവസം കളിയാട്ടത്തിൻ്റെ രാവിലെ എന്തുണ്ടാവും, അവിടെ കോഴിക്കളിയാട്ടം എന്ന് പറയുന്നത് ഇതുണ്ടാവും. കോഴിക്കളിയാട്ടം എന്ന് പറയുന്നത് കോഴിയെ കുരുതി കൊടുക്കുന്ന ഇതാണ്. രാവിലെകളിലാണ് നടക്കുക. ആളുകൾ നേർച്ചയാക്കി കൊണ്ടുവന്ന കോഴിയെ അവിടെ കുരുതി കൊടുക്കും. അതിന് ബാക്കി ഇറച്ചി ഭാഗം അവർ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്ന രീതിയാണുള്ളത്. പിന്നെ ഈ ആൽമരത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ചടങ്ങ് അവസാനിക്കുന്നത്. ഇവർ പ്രദക്ഷിണം ചെയ്ത് കൊണ്ടുവന്ന് കുതിര സംഘങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇവരിവിടെ ഈ ഒരു കുതിര എന്താ ചെയ്യുകയെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിനെ തച്ച് പൊളിക്കുകയാണ് ചെയ്യുക. കൊണ്ടുവന്ന കുതിര എന്ത് ചെയ്യും, അവർ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അതിനെല്ലാം ഓലയൊക്കെ ഊരിയെടുത്തിട്ട് അതിനെ തച്ച് പൊളിച്ചിട്ട് പോകും. ഇതാണ് ഇതിൽ അവസാനം സംഭവിക്കുന്നത്.